Hey, hello, it's me, Nidasha Beer. Welcome back to my YouTube channel. ഇത് ഞാൻ ചെയ്തൊരു ഓർഗനൈസറാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പഴയൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സാറ്റിൻ ക്ലോത്ത് റാപ്പ് ചെയ്തെടുക്കണം. ഫെവിക്കോൾ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്താണ് എടുക്കണം. താഴെ ഞാൻ ടിഷ്യൂ ടേപ്പ് ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അത് എളുപ്പത്തിൽ ഒട്ടാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണം. ഫുള്ള് റാപ്പ് ചെയ്ത് ഇനി ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ബോക്സ് ഒന്ന് നമുക്ക് ഇതേപോലെ തന്നെ റാപ്പ് ചെയ്തെടുക്കാം സാറ്റിൻ ക്ലോത്തിൽ. ഇതിൻ്റെ റാപ്പിങ് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സ്റ്റിക്ക് ഞാൻ ഒട്ടിച്ചു. അതിൻ്റെ മുകളിൽ ക്രോസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്റ്റിക്കും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി അത് കറക്റ്റ് മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ആണി അടിക്കാനുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തോർത്ത് ചെറിയ ആണി അടിച്ചു കൊടുക്കാം. അത് ഹുക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി അത് ബെൻഡ് ചെയ്ത് ഹുക്ക് പോലെ ആക്കാം. അതിനുശേഷം ഒന്ന് ഗ്ലൂ വെച്ചൊന്ന് സേഫ് ആക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ അത് പിന്നീട് അത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബാങ്കിൾ ഇടാനുള്ള സ്റ്റാൻഡ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്റ്റിക്ക്. എഡ്ജസ് ഒക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായി കിട്ടും. എൽ ഷേപ്പിലൊന്ന് സെറ്റ് ചെയ്യണം നമുക്കത്. ആദ്യം നെയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അതിനുശേഷം ഗ്ലൂ വെച്ച് പിന്നെ ചാക്ക് ചരട് വെച്ച് ഒന്ന് ടൈറ്റൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലൂ ഉപയോഗിച്ച് ബാങ്കിളുടെ സ്റ്റാൻഡും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാറ്റിൻ ക്ലോത്തൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. റിങ് വെക്കാനുള്ള പോർഷൻസാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ഇനി ഇത് ബോക്സിലോട്ട് ഒട്ടിച്ചു കൊടുക്കും. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നോടത്ത് ഞാൻ ആ സ്റ്റിക്ക് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ചുറ്റും ഒരു ഭംഗിക്ക് വേണ്ടി ജൂട്ടിൻ്റെ ലേസ് ഞാൻ ഫിക്സ് ചെയ്യണം. രണ്ട് റൗണ്ടായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി കിട്ടിയുള്ളൂ. എഡ്ജിലും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓർഗനൈസർ റെഡിയായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.